തുല്ലാബി അല്ല ഇസ്സ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് സലാമത്തുന അൽ വഹ്ദത്തുൽ ഖാമിസ. സലാമത്തുന, സലാമത്തുൻ എന്ന് പറഞ്ഞാൽ സുരക്ഷ എന്നാണ്, രക്ഷ. സലാമത്തുന എന്നാവുമ്പോഴോ നമ്മുടെ സുരക്ഷ എന്നാവും അർത്ഥം. സലാമത്തുന. അപ്പോൾ ഈ യൂണിറ്റിൽ മുഴുവൻ നമ്മുടെ സുരക്ഷയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ സുരക്ഷയെ ബാധിക്കുന്ന പാഠങ്ങളൊക്കെയാണ് വരുന്നത്. 2 പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. ഒന്നാമത്തേത് അസ്സലാമത്ത്. അസ്സലാമത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, സുരക്ഷ എന്നർത്ഥം. ബ്രാക്കറ്റിൽ ഹിവാറുൻ, സംഭാഷണം എന്ന് കാണാം. ഹിവാറുൻ, സംഭാഷണം. അപ്പോൾ ഒന്നാമത്തെ പാഠം വരുന്നത് ഒരു സംഭാഷണമാണ്, അത് സുരക്ഷ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ വരുന്നത്. രണ്ടാമത്തെ പാഠം സുലൂക്കുന, നമ്മുടെ വ്യവഹാരം. നമ്മുടെ വ്യവഹാരം അത് മൻളൂമുൻ, കവിതയാണ്. വ്യവഹാരം എന്നുള്ളതൊക്കെ നമുക്ക് ആ പാഠം എടുക്കുമ്പോൾ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുലൂക്കുന മൻളൂമുൻ, രണ്ടാമത്തെ പാഠം ഒരു കവിതയാണ്. ഇതാണ് പേജ് നമ്പർ 67 നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. ദെൻ 68ാമത്തെ പേജ് നോക്കുകയാണെങ്കിൽ നുലാഹിലു വ നുഅബ്ബിറു, നമുക്ക് നിരീക്ഷിക്കാം, ആവിഷ്കരിക്കാം എന്നാണ്. നുലാഹിലു നമുക്ക് നിരീക്ഷിക്കാം, വ നുഅബ്ബിറു നമുക്ക് ആവിഷ്കരിക്കാം എന്നാണ്. താഴെ ഒരു ചിത്രം കാണാൻ വേണ്ടി പറ്റും. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? അതെ, ഒരു വൃദ്ധനായ മനുഷ്യനെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരെ സഹായിക്കുന്ന ഒരു ട്രാഫിക് പോലീസിനെയും നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. 2 കൈകളും ഇങ്ങനെ നീട്ടിയിട്ട് ആംഗ്യം കാണിക്കുകയാണ് വാഹനങ്ങളോടൊക്കെ നിർത്താൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് നമ്മൾ അറബിയിൽ പറയുക? ത്വാലിബുൻ യുസാഇദു റജുലൻ അജൂസൻ ഫി ഉബൂരി ത്വരീഖ്. ത്വാലിബുൻ ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി. യുസാഇദു അവൻ സഹായിക്കുന്നു, റജുലൻ ഒരു മനുഷ്യനെ. എങ്ങനത്തെ മനുഷ്യനാണ്? അജൂസൻ ഒരു വൃദ്ധനായ മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. എന്തിന്? ഫി ഉബൂരി ത്വരീഖി, ഫി ഉബൂരിൻ ക്രോസ് ചെയ്യുന്നതിൽ, എന്ത് മുറിച്ച് കടക്കുന്നതിൽ, എന്താണ് അത്വരീഖ് വഴി മുറിച്ച് കടക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. പിന്നെയോ യുഷീറു ആംഗ്യം കാണിക്കുന്നു, ചൂണ്ടിക്കാണിക്കുന്നു. ആര്? അശുർത്തി പോലീസുകാരൻ, അല്ലെങ്കിൽ ഷുർത്തത്തുൽ മുറൂർ ഒരു ട്രാഫിക് പോലീസുകാരൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. ഇലൽ മർക്കബാത്ത് വാഹനങ്ങളിലേക്ക്, വാഹനങ്ങൾക്ക് നേരെ. എന്തിനു വേണ്ടിയിട്ടാണ്? ബിത്തവഖുഫി നിൽക്കാൻ വേണ്ടിയിട്ട് ആംഗ്യം കാണിക്കുന്നു. ഇതാണ് ചിത്രത്തിൽ എന്ത് ചെയ്യുന്നത്? മനസ്സിലാവുന്നത്. ഓക്കെ. ദെൻ 69ാമത്തെ പേജ് നോക്കുക. 69ാമത്തെ പേജിൽ അസ്സലാമത്ത്, ഒന്നാമത്തെ പാഠം കൊടുത്തിട്ടുണ്ട്. അസ്സലാമത്ത് എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞത് സുരക്ഷ. സുരക്ഷ എന്നാണ് അസ്സലാമത്ത്, സുരക്ഷ. താഴെ കുറച്ച് കാറുകളുടെ ചിത്രമൊക്കെ കാണാൻ വേണ്ടി പറ്റും. തിരക്ക് പിടിച്ച് പോകുന്ന കാറുകളുടെ ചിത്രം അങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. എന്താണ് പാഠത്തിൽ പറയുന്നത്? അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫി നഹ്വൽ മുസ്തഷ്ഫ. അസ്റഅത്ത് വേഗത്തിൽ പോയി, ഉളരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കുതിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അസ്റഅത്ത് കുതിച്ചു. സയ്യാറത്തുൽ ഇസ്ആഫ്, സയ്യാറത്തുൽ ഇസ്ആഫ് എന്നുള്ളത് ആംബുലൻസിനെ പറയുന്ന പേരാണ്. അറബിയിൽ ആംബുലൻസിനെ വിളിക്കുന്ന പേരാണ് സയ്യാറത്തുൽ ഇസ്ആഫ്. അപ്പോൾ അവിടെ സയ്യാറത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അസ്റഅത്ത് എന്ന് വന്നത് കേട്ടോ. അപ്പോൾ അസ്റഅത്ത് കുതിച്ചു, സയ്യാറത്തുൽ ഇസ്ആഫ് ആംബുലൻസ്, നഹ്വൽ മുസ്തഷ്ഫ. മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എന്നാണ്. നഹ്വ നേരെ. എന്തിനു നേരെയാണ്? അൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്തു? കുതിച്ചു. ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു, പെട്ടെന്ന് തന്നെ പോയി. കാന ഷാരി മുസ്ദഹിമൻ, കാന ആയിരുന്നു, അഷാരി വഴി, റോഡുകളൊക്കെ ആയിരുന്നു, റോഡ് ആയിരുന്നു. മുസ്ദഹിമൻ തിരക്കുള്ളതായിരുന്നു, തെരുവ് തിരക്കുള്ളതായിരുന്നു. റോഡിലൊക്കെ നല്ല വാഹനങ്ങൾ തിങ്ങി നിൽക്കുന്ന സമയമാണ്. ഫജ് അത്തൻ പെട്ടെന്ന് തന്നെ. ഔഖഫ സായിഖു സയ്യാറ, ഔഖഫ നിർത്തി, ഔഖഫ നിർത്തി. അസ്സായിഖു ഡ്രൈവർ നിർത്തി. അസ്സയ്യാറ വാഹനം, വണ്ടി നിർത്തി. ഖാല ഫീ നഫ്സിഹി,
അദ്ദേഹം ആംബുലൻസ് നിർത്തിയിട്ട് പറയാണ്, ഖാല അദ്ദേഹം പറഞ്ഞു, ഫി നഫ്സിഹി മനസ്സിൽ, അയാളിങ്ങനെ സ്വയം പറഞ്ഞു, നഫ്സിഹി എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ എന്താ പറയുന്നത്, മാദാ സ അഫ്അലു, മാദ എന്താണ്, സ അഫ്അലു ഞാനിനി പ്രവർത്തിക്കുക, ഇനി എന്താണ് ഞാൻ ചെയ്യുക, യഷ്കു അൽ മലീദു മിൻ അലമിൻ ഷദീദിൻ, യഷ്കു ആവലാതി പറയാണ്, വേവലാതി പറയുന്നുണ്ട്, അൽ മരീദു രോഗി, പുറകിൽ ഇരുന്നിട്ട് കിടന്നിട്ട് രോഗി ആവലാതി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, മിൻ അലമിൻ ഷദീദിൻ, അലം എന്ന് പറഞ്ഞാൽ വേദന, ഷദീദിൻ എന്ന് പറഞ്ഞാൽ കഠിനമായ വേദന കാരണം അയാളിങ്ങനെ പുറകിലിരുന്നിട്ട് രോഗി എന്ത് ചെയ്യുന്നുണ്ട്, ആവലാതി പറയുന്നുണ്ട്. ലാ യസാലു ബൂഖുൽ ഇസ്ആഫി യുസവ്വിതു, ലാ യസാലു ആയിക്കൊണ്ടേയിരുന്നു, ലാ യസാലു ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ത്, ബൂഖുൽ ഇസ്ആഫ്, ഇസ്ആഫ് എന്നുള്ളത് സയ്യാറത്തുൽ ഇസ്ആഫാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബൂക്ക് എന്ന് പറഞ്ഞാൽ സൈറൻ എന്നാണ്, ബൂക്ക് എന്ന് പറഞ്ഞാൽ ഹോൺ അല്ലെങ്കിൽ സൈറൻ. അൽ ഇസ്ആഫ് സയ്യാറത്തുൽ ഇസ്ആഫ്, അതായത് ആംബുലൻസിൻ്റെ സൈറൻ ആയിക്കൊണ്ടേയിരുന്നു എന്ത്, യുസവ്വിതു ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു, അത് മുഴങ്ങിക്കൊണ്ടേയിരുന്നു, അതായത് ആംബുലൻസിൻ്റെ സൈറന് നിർത്തിയിട്ടില്ല, അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെമിഅ ശുർത്തിയുൽ മുറൂറി അൽ ബൂക്ക, അപ്പോഴാണ് സെമിഅ കേട്ടു, ഷുർത്തിയുൽ മുറൂർ, ഷുർത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും പോലീസുകാരൻ എന്നാണ്, പോലീസ് ഓഫീസർ. ഷുർത്തിയുൽ മുറൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് പോലീസ് ഓഫീസർ കേട്ടു എന്ത്, അൽ ബൂക്ക, ആ ഒരു സൈറന്, ആ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൈറൻ അദ്ദേഹം കേട്ടു. ദഹബ മുസ്രി അൻ നെഹ്വ സയ്യാറത്തി, നെഹ്വ അദ്ദേഹം പോയി, മുസ്രി അൻ വേഗത്തിൽ പോയി, നെഹ്വ സയ്യാറത്തി ആ കാറിന് നേരെ, ആംബുലൻസിന് നേരെ പോയി. അദ്ദേഹം ഒരുക്കി, അദ്ദേഹം തയ്യാറാക്കി കൊടുത്തു, അത്വരീക്ക വഴി, അങ്ങനെ അവിടെ ചെന്നിട്ട് ആംബുലൻസിനുള്ള വഴി അദ്ദേഹം ഒരുക്കി കൊടുത്തു. അടുത്ത പാരഗ്രാഫ് നോക്കുക. بعد برهة وصلت السيارة إلى المستشفى. بعد برهة നിമിഷങ്ങൾക്ക് ശേഷം, അല്പസമയത്തിന് ശേഷം, വസ്വലത്തി സയ്യാറത്തു കാറ് എത്തിച്ചേർന്നു, കാറ് എത്തിച്ചേർന്നു, ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു. ഉദ്ഖില അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നിട്ട് എന്താ ചെയ്യുക, ഉദ്ഖിലൽ മരീദു ഫീ വഹ്ദത്തിൽ ഇനായത്തിൽ ഫായിഖ, ഉദ്ഖില പ്രവേശിച്ചു, ആരെയാണ് പ്രവേശിപ്പിക്കുക, അൽ മരീദു അതെ രോഗിയെ പ്രവേശിപ്പിച്ചു. എങ്ങോട്ടാണ് പ്രവേശിപ്പിച്ചത്, എൻ്റർ ചെയ്യിച്ചത്, വഹ്ദത്തിൽ ഐനായത്തിൽ ഫായിഖ, ഫി വഹ്ദത്തിൽ ഐനായത്തിൽ ഫായിഖ. വഹ്ദത്തുൽ ഐനായത്തുൽ ഫായിഖ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICUലേക്ക് പ്രവേശിപ്പിച്ചു. വഹ്ദത്ത് എന്ന് പറഞ്ഞാൽ യൂണിറ്റാണ്, ഐനായത്ത് എന്ന് പറഞ്ഞാൽ കെയർ, ഫായിഖത്ത് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. പേജ് നമ്പർ 70 നോക്കുക. ഇൻദൽ ഉറൂബി റജഅ സായിഖു ഇലാ മൻസിലിഹി. ഇൻദൽ ഉറൂബ് എന്ന് പറഞ്ഞാൽ അസ്തമയം എന്നൊക്കെയാണ്, നമ്മളെ മഗ്രിബ് എന്നൊക്കെ പറയലില്ലേ, അസ്തമിക്കുന്ന സമയം. ഇൻദൽ ഉറൂബി സൂര്യാസ്തമയത്തോടെ അല്ലെങ്കിൽ സൂര്യാസ്തമയ സമയത്ത്, റജഅ മടങ്ങി, റജ എന്ന് പറഞ്ഞാൽ ടു റിട്ടേൺ, മടങ്ങി, അസ്സായിഖു ഡ്രൈവർ മടങ്ങി. എങ്ങോട്ടാണ് മടങ്ങുക, വൈകുന്നേരം ആകുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്, ഇലാ മൻസിലിഹി തൻ്റെ വീട്ടിലേക്ക്, അദ്ദേഹം അയാളുടെ വീട്ടിലേക്ക് മടങ്ങി. വക്കാന മുത്അബൻ, വക്കാന അയാളായിരുന്നു, കാന ആയിരുന്നു, മുത്അബൻ ക്ഷീണിതനായിരുന്നു, അദ്ദേഹം ക്ഷീണിതനായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് സഅലഹു ഇബ്നുഹു മാജിദ്, സഅലഹു അദ്ദേഹത്തോട് ചോദിച്ചു, സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു, സഅലഹു അയാളോട് ചോദിച്ചു, ഇബ്നുഹു അയാളുടെ മകൻ, അദ്ദേഹത്തിൻ്റെ മകൻ ചോദിച്ചു. എന്താ മകൻ്റെ പേര്, മാജിദ് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്, മാ ബിക യാ ബാബ, മാ ബിക
എന്തു പറ്റി, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? യാ ബാബ, ബാബ മഅന അബി എന്നാണ്, ഉപ്പ എന്നാണ്, അബുൻ. അപ്പോൾ ഉപ്പ എന്തു പറ്റി എന്ന് ചോദിച്ചു. മകൻ ചോദിക്കുകയാണ്, മാ ബിക യാ ബാബ, ഉപ്പ നിങ്ങൾക്ക് എന്തു പറ്റി? അൽ വാലിദ്, അപ്പോൾ പിതാവ് പറയാണ്, സ്വതമത്ത് സയ്യാറത്തും ബി ഹാഫിലത്തിൻ ഫിൽ മഫ്രഖി, സ്വതമത്ത് കൂട്ടിമുട്ടി, ആക്സിഡൻ്റായി. സ്വതമത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടി. സയ്യാറത്തുൻ ഒരു കാർ, സയ്യാറത്തുൻ മാന എ കാർ, ബി ഹാഫിലത്തിൻ ബസ്സുമായിട്ട്, ഒരു ബസ്സുമായിട്ട് കൂട്ടിമുട്ടി. ഫിൽ മഫ്രഖ്, മഫ്രഖ് മാന ജംഗ്ഷൻ, കവല, കവലയിൽ വെച്ചിട്ട്, ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു കാറ് ബസ്സുമായിട്ട് കൂട്ടിമുട്ടി എന്ന് പറഞ്ഞു. മാജിദ് കൈഫ, മാജിദ് വീണ്ടും ചോദിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മകനായ മാജിദ് വീണ്ടും ചോദിക്കുകയാണ്, കൈഫ എങ്ങനെ എന്ന് ചോദിച്ചു. കൈഫ എങ്ങനെ, എങ്ങനെയാണ് കൂട്ടിമുട്ടിയത് എന്ന് ചോദിച്ചു. അൽ വാലിദു പിതാവ്, തജാവസ സായിഖു ഇഷാറത്തൽ മുറൂറിൽ ഹംറാ, തജാവസ മറികടന്നു, തജാവസ അസായിഖു ദി ഡ്രൈവർ, ഡ്രൈവർ എന്ത് ചെയ്തു? മറികടന്നു, ഓവർടേക്ക് ചെയ്തു, അല്ലെങ്കിൽ മുറിച്ച് കടന്നു. ഇഷാറത്തൽ മുറൂർ, ഇഷാറത്തൽ മുറൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് സിഗ്നൽ എന്നാണ്. ഇഷാറത്ത് സിഗ്നൽ, മുറൂർ ട്രാഫിക്. നേരത്തെ നമ്മൾ ഷുർത്തിയുൽ മുറൂർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും, ഷുർത്തി പോലീസ്, അൽ മുറൂർ ട്രാഫിക്. അപ്പോൾ ട്രാഫിക് പോലീസ്. ഇവിടെ ഇഷാറത്തുൽ മുറൂർ എന്നാണ്, ട്രാഫിക് സിഗ്നൽ. ഏത് സിഗ്നൽ? അൽ ഹംറാ, റെഡ് കളർ, അതായത് റെഡ് കളർ സിഗ്നൽ, ചുവന്ന ലൈറ്റ് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ എല്ലാവരും നിർത്തലാണല്ലോ. ഇയാൾ എന്ത് ചെയ്തു? ഈ ഡ്രൈവർ തജാവസ, അയാളെ മറികടന്നു. അപ്പം മാജിദ് ചോദിക്കുകയാണ്, മാജിദ് ചെറിയ കുട്ടിയാണോ ചോദിക്കുകയാണ്, ഹൽ നൂഫിഖുൽ മർക്കബാത ഇൻദല്ലോ ഇൽ അഹ്മർ, ഹൽ നൂഖിഫു നമ്മൾ നിർത്തണോ എന്നാണ്. ഹൽ വേണോ വേണ്ടേ എന്നുള്ള ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചോദ്യവാക്കാണ് അത്, ഹൽ എന്നുള്ളത്. ഹൽ നൂഖിഫു നമ്മൾ നിർത്തണോ, അൽ മർക്കബാത്ത് വാഹനങ്ങൾ, നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ നിർത്തണോ? ഏത് സമയത്താണ്? ഇൻദല്ലോ ഇൽ അഹ്മർ, ഇന്ത സമയത്ത്, ഏത് സമയത്ത്? അല്ലോ, അല്ലോ എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നാണ്, ലൈറ്റ്. അൽ അഹ്മർ ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ വാഹനങ്ങൾ നിർത്തണോ എന്നാണ് ചോദ്യം. അൽ വാലിദ് ഉപ്പ പറയാണ്, തൊബ് അൻ നൂഖിഫു, തൊബ് അൻ അതേ, നൂഖിഫു നമ്മൾ നിർത്തണം, നൂഖിഫു നമ്മൾ നിർത്തണം. മാജിദ് ചോദിക്കുകയാണ്, മത നസീറു ഇലൽ അമാം, മത അങ്ങനെ നിർത്തിയിട്ട് എപ്പോഴാണ്? മത എന്നുള്ള ചോദ്യവാക്കാണ്, എപ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മത നസീറു, സീറത്ത് എന്നൊക്കെ പറഞ്ഞാൽ, നസീറു എന്ന് പറഞ്ഞാൽ മുന്നോട്ട് സഞ്ചരിക്കുക. നമ്മൾ എപ്പോഴാണ് പിന്നെ മുന്നോട്ട് പോവുക? ഇലൽ അമാം മുന്നോട്ട്. നമ്മളിനി നിർത്തിയിട്ട്, ഇങ്ങനെ നിർത്തിയിട്ട്, റെഡ് കളർ സിഗ്നലിൽ നിർത്തിയിട്ട് പിന്നെ നമ്മൾ എപ്പോഴാണ് മുന്നോട്ട് പോവുക എന്ന് ചോദിച്ചു. അപ്പോൾ അൽ വാലിദ് ഉപ്പ പറയാണ്, യുലീ ഉൽ ലൗനുൽ അസ്ഫർ അവലൻ, ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, യുലീ ഉ പ്രകാശിക്കും, അൽ ലൗനുൽ അസ്ഫറു, അസ്ഫർ എന്ന് പറഞ്ഞാൽ യെല്ലോ എന്നാണ്, മഞ്ഞ കളർ എന്ത് ചെയ്യും? മഞ്ഞ ലൈറ്റ് പ്രകാശിക്കും. ലൗൻ എന്ന് പറഞ്ഞാൽ കളർ. അവലൻ ആദ്യം, ആദ്യം മഞ്ഞ ലൈറ്റ് പ്രകാശിക്കും. ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് മോനെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫതതഹയ്യ ഉൽ മർക്കബാതു ലിസ്സൈരി, ഫ അപ്പോൾ, തതഹയ്യ ഉ നമ്മൾ റെഡിയാവണം, നമ്മൾ തയ്യാറാവണം, തയ്യാറാക്കി നിർത്തണം. അൽ മർക്കബാത്ത് വാഹനങ്ങളെ, വാഹനങ്ങളെ നമ്മൾ തയ്യാറാക്കി നിർത്തണം. എന്തിന്? ലിസ്സൈരി മുന്നോട്ട് പോവാൻ, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി നിർത്തണം. സുമ്മ പിന്നീട്, യുലീ ഉൽ ലൗ ഉൽ അഖ്ലർ പിന്നെന്ത് ചെയ്യും? യുലീ ഉ പ്രകാശിക്കും, അല്ലൗ ഉൽ അഖ്ലർ പച്ച ലൈറ്റ്, പച്ച ലൈറ്റ് പ്രകാശിക്കും. അങ്ങനെ പച്ച ലൈറ്റ് പ്രകാശിക്കുമ്പോൾ, ഗ്രീൻ ലൈറ്റ് പ്രകാശിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫതസീറു അൽ മർക്കബാത്ത്, ഫതസീറു അപ്പോൾ സഞ്ചരിക്കും, അൽ മർക്കബാത്ത് വാഹനങ്ങൾ. അങ്ങനെ ഗ്രീൻ ലൈറ്റ് ആവുമ്പോൾ വാഹനങ്ങൾ എന്ത് ചെയ്യും? സഞ്ചരിക്കും. ബുനയ്യ മോനെ, പൊന്നു മോനെ, സലാമത്തുന നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്, നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ഫിൽ ഹിഫാലി സംരക്ഷിക്കപ്പെടുന്നതിലാണ്, സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന എന്തിലാണ്? അലാ തഅലീമാത്തിൽ മുറൂർ
തഅലീമാത്തിൽ മുറൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് നിർദ്ദേശങ്ങൾ, ട്രാഫിക് നിയമങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിലാണ് നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് എന്ന് പിതാവ് മകന് പറഞ്ഞു കൊടുത്തു. താഴെയുള്ള ചിത്രം നോക്കൂ. ഇതിൽ റെഡ് കളറുണ്ട്, ഗ്രീന് കളറുണ്ട്, യെല്ലോ കളർ സിഗ്നലൊക്കെ അതിൽ കാണാൻ വേണ്ടി പറ്റും. അതിലേതെങ്കിലും കാറുകൾ സിഗ്നൽ തെറ്റിച്ച് പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 71-ാമത്തെ പേജിൽ കുറച്ച് ചോദ്യങ്ങൾ കാണാം. ഒരു 5 ചോദ്യങ്ങൾ ആ ബോക്സിനകത്ത് കാണാം. നുജീബു നമുക്ക് ഉത്തരം എഴുതാം. നുജീബു നമുക്ക് ഉത്തരം എഴുതാം. അനിൽ അസ്ഇലത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം എന്നാണ്. എന്താണ് 1-ാമത്തെ ചോദ്യം? ഇലാ ഐന അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫ്. ഇലാ ഐന എന്നുള്ളതൊരു ചോദ്യവാക്കാണ്. എങ്ങോട്ട് എന്നാണ് അർത്ഥം. ഇലാ ഐന എങ്ങോട്ടാണ്, അസ്റഅത്ത് ഉളരിയത്, വേഗത്തിൽ കുതിച്ചു പോയത് എന്ത്? സയ്യാറത്തുൽ ഇസ്ആഫ് ആംബുലൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആംബുലൻസ് എങ്ങോട്ടാണ് കുതിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫി നഹ്വൽ മുസ്തഷ്ഫ, അല്ലെങ്കിൽ നഹ്വൽ മുസ്തഷ്ഫ എന്ന് ഒറ്റയ്ക്ക് എഴുതിയാലും മതി. എങ്ങോട്ടാണ്? ആശുപത്രിക്ക് നേരെയാണ്. നഹ്വൽ മുസ്തഷ്ഫ ആശുപത്രിക്ക് നേരെ. 2-ാമത്തെ ചോദ്യം മാതാ യഷ്കു അൽ മരീദു. മാതാ എന്താണ്, യഷ്കു ആവലാതി പറയുന്നത്, അൽ മരീദു രോഗി എന്താണ് ഇങ്ങനെ ആംബുലൻസിൽ നിന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവലാതി പറഞ്ഞു എന്നൊക്കെ നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണത് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം മിൻ അലമിൻ ഷദീദിൻ, കഠിനമായ വേദനയെ പറ്റിയിട്ടാണ്. മിൻ അലമിൻ ഷദീദിൻ, കഠിനമായ വേദനയെ പറ്റിയിട്ടാണ്. 3-ാമത്തെ ചോദ്യം മാദ സമിഅ ഷുർത്തിയു അൽ മുറൂർ. മാദ എന്താണ്, സമിഅ കേട്ടത് എന്താണ്, ഷുർത്തി അൽ മുറൂർ ട്രാഫിക് പോലീസ് എന്താണ് കേട്ടത്? ഉത്തരം സമി അൽ ബൂക്ക്, അദ്ദേഹം കേട്ടു അൽ ബൂക്ക് അൽ ഇസ്ആഫ്, ആംബുലൻസിൻ്റെ സൈറനാണ് അദ്ദേഹം കേട്ടത്. 4-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മതാ റജഅ അസ്സായിഖു ഇലാ മൻസിലിഹി. മതാ എപ്പോഴാണ്, റജഅ മടങ്ങിയത്, അസ്സായിഖു ഡ്രൈവർ എപ്പോഴാണ് മടങ്ങിയത്, ഇലാ മൻസിലിഹി തൻ്റെ വീട്ടിലേക്ക് എപ്പോഴാണ് മടങ്ങിയത് എന്നുള്ളതാണ്. കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞു ഇൻദൽ ഉറൂബി, സൂര്യാസ്തമയത്തിലാണ്. ഇൻദൽ ഉറൂബി സൂര്യൻ്റെ അസ്തമയം, അതായത് വൈകുന്നേര സമയത്താണ് അയാൾ മടങ്ങിയത് എന്നാണ്. അവസാനത്തെ ചോദ്യം മാദാ ഫഅല ഷുർത്തിയുൽ മുറൂർ. എന്താണ് പ്രവർത്തിച്ചത്, മാദാ എന്ത്, ചോദ്യവാക്കാണ്. ഫഅല പ്രവർത്തിച്ചു, ഷുർത്തിയുൽ മുറൂർ ട്രാഫിക് പോലീസ് എന്താണ് പ്രവർത്തിച്ചത് എന്നാണ്. എന്താ പ്രവർത്തിച്ചത്? ദഹബ മുസ്രിഅൻ നഹ്വ സയ്യാറ വഹയ്യ അത്വരീക. ദഹബ അദ്ദേഹം പോയി, മുസ്രിഅൻ വേഗത്തിൽ, നഹ്വ സയ്യാറത്തി ആംബുലൻസിന് നേരെ, വഹയ്യ എന്നിട്ട് വഴിയൊരുക്കി, അദ്ദേഹം ഒരുക്കി കൊടുത്തു, അത്വരീക വഴി ഒരുക്കുകയും ചെയ്തു. അതിന് താഴെ നതഅറഫു ഇഷാറത്തുൽ മുറൂർ. നതഅറഫു നമുക്ക് പരിചയപ്പെടാം, ഇഷാറത്തുൽ മുറൂർ ഇഷാറാത്തിൽ മുറൂർ. ഇഷാറാത്ത് എന്നുള്ളത് ഇഷാറത്തിൻ്റെ ജമ്മാണ്. ഇഷാറാത്തിൽ മുറൂർ ട്രാഫിക് നിയമങ്ങൾ, ട്രാഫിക് നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യാം, ട്രാഫിക് സൂചനാ ബോർഡുകൾ നമുക്ക് പരിചയപ്പെടാം എന്നാണ്. 6 ബോർഡുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 6 നിയമങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 1-ാമത്തേത് അൽ മദ്രസ അവിടെ ചിത്രത്തിൽ നോക്കുക, 2 കുട്ടികൾ എന്തുണ്ട്, ബാഗൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ചിത്രമാണ്. അതിന് താഴെ അൽ മദ്രസ എന്ന് കാണാം. മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്നാണ്. അതായത് ഇങ്ങനത്തെ ബോർഡുകൾ വരുന്നത് സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ മുന്നിലാണ്. അങ്ങനെ ഉള്ള സമയത്ത് അവിടുന്ന് വാഹനങ്ങൾ പതുക്കെ പോവുകയും ഹോണ് അടിക്കാതിരിക്കുകയും വേണമെന്നുള്ളതാണ് നിയമം. 2-ാമത്തേത് ഖിഫ് എന്നാണ്. ഖിഫ് എന്ന് പറഞ്ഞതിൻ്റെ ആ ചിത്രത്തിൽ നോക്കുക, സ്റ്റോപ്പ് എന്നാണ്. അതിൻ്റെ അർത്ഥവും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് അഥവാ നിർത്തുക എന്നാണ്. വാഹനങ്ങൾ നിർത്തണം, അവിടെ എത്തുമ്പോൾ നിർത്തണം എന്നുള്ളതിനെയാണ് ആ സൂചനാ ബോർഡ് കാണിക്കുന്നത്.
മൂന്നാമത്തത് വരുന്നത് അൽ മൗഖിഫ്. മൗഖിഫ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് എന്നാണ്. അതിൻ്റെ ചിത്രത്തിൽ നോക്കുക, ഒരു പി എന്നിട്ടിട്ടുണ്ട്. അത് പാർക്കിംഗ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് കേട്ടോ, പി എന്നുള്ളത്. അതുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാവുന്നതാണ്. നാലാമത്തത് ചിത്രം നോക്കുക, സീബ്ര ലൈന് കാണാം. അതിലൊരാളെങ്ങനെ റോഡ് മുറിച്ച് കടക്കുന്ന ചിത്രം നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. താഴെ മഅ്ബറുൽ മുഷാത്ത്. മഅ്ബർ എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് എന്നാണ്. അൽ മുഷാത്ത് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട്, അതിന് പറയൽ സീബ്ര ക്രോസിംഗ് എന്നാണ്. മഅ്ബറുൽ മുഷാത്ത് അഥവാ സീബ്ര ക്രോസിംഗ്. ഇനി അഞ്ചാമത്തത് നോക്കുക, ഒരു പെട്രോൾ അടിക്കുന്ന മെഷീനാണ് കാണിക്കുന്നത്. അതിൻ്റെ താഴെ മഹത്വത്തുൽ ബിത്രൂൾ എന്നാണ്. മഹത്വത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ എന്നാണ്. മഹത്തത്തു ഷുർത്തിയ എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെയാണ്. അപ്പോൾ മഹത്വത്തു അൽ ബിത്രൂൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ മഹത്വത്തുൽ ബിത്രൂൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ സ്റ്റേഷൻ. അതേപോലെ അടുത്തത് വരുന്നത് അൽ മഫ്രഖ്. അതിൻ്റെ ചിത്രത്തിൽ എന്താ കാണുന്നത്, ഒരു ടി ഷേപ്പിലാണ്. അതായത് ഒരു റോഡ് നേരെ പോകുന്നുണ്ട്, അതിലേക്ക് മറ്റൊരു റോഡ് ഇങ്ങനെ വന്ന് ചേരുന്നതായിട്ടാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അൽ മഫ്രഖ് ജംഗ്ഷൻ, കവല എന്നാണ്. ഇത്തരത്തിൽ 6 സൂചനകളാണ്, 6 ട്രാഫിക് നിയമങ്ങളാണ് ഈ ഒരു പേജിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ബാക്കി ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ക്ലാസ്സിനെ കുറിച്ചുള്ള മുഴുവൻ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. കാരണം എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അതൊക്കെ അടുത്ത വീഡിയോകളിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശുക്രൻ ലക്കും, അസ്സലാമു അലൈക്കും.